വിളിക്കുന്നത് തന്നെ ഭയങ്കര റാപ്പിഡ് ആൻഡ് ലേ. പക്ഷേ ഹയർ റിസ്ക് ഉള്ളത് എന്ന് പറയുന്നത് ചിലപ്പോൾ നല്ല ബ്രൈറ്റ് റെഡ് അല്ലെങ്കിൽ പെയിലായിട്ട് കാണപ്പെടാം. അതൊരു സിവിയർ കണ്ടീഷനിലേക്ക് പോകുമ്പോൾ അത് ഹീറ്റ് സ്ട്രോക്ക്, അതേപോലെ ചിലപ്പം വോമിറ്റിംഗ് കാണാം. ഹലോ, വെൽക്കം ടു റെയിൻ ഫോറസ്റ്റ്. നമ്മൾ പീക്ക് സമ്മറിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മാർച്ച് പകുതിയായി. ഇനി ചൂട് അങ്ങോട്ടേക്ക് പോകും തോറും കൂടിക്കൂടി വരികയാണ്. അപ്പോൾ നമ്മുടെ പെറ്റ്സിന് ഹീറ്റ് സ്ട്രെസ് അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് വരാതിരിക്കാനായിട്ട് നമ്മൾ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. ബോഡി ടെമ്പറേച്ചർ നോർമൽ ലിമിറ്റ്സിൻ്റെ മുകളിലേക്ക് പോകുമ്പോഴാണ് ഹീറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത്. അതൊരു സിവിയർ കണ്ടീഷനിലേക്ക് പോകുമ്പോൾ അത് ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയപ്പെടും. ഇപ്പോൾ ഹീറ്റ് സ്ട്രെസ് വരുമ്പോൾ നമ്മുടെ പെറ്റ്സ് ചിലപ്പം എക്സസീവായിട്ട് ഡ്രൂളിങ് ചിലപ്പം കാണിക്കും. അതേപോലെ സ്പീഡിൽ പാൻറ്റിങ്, അതായത് കതയ്ക്കുക, അല്ലെങ്കിൽ വെള്ളം അന്വേഷിച്ച് നടക്കുക, ഷെയ്ഡ് സീക്ക് ഔട്ട് ചെയ്യുക, എന്നിങ്ങനത്തെ ബിഹേവിയേഴ്സ് നമുക്ക് അവരിൽ കാണാൻ കഴിയും. ഹീറ്റ് സ്ട്രെസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു റിക്കംബൻറ്റ് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ കൊളാപ്സ്ഡ് ആയിട്ട് അവർ നിലത്ത് വീണ് കിടക്കുകയായിരിക്കും. ഇതേപോലെ പാൻറ്റ് ചെയ്യുന്നുണ്ടാവും. ബോഡി ടെമ്പറേച്ചർ വളരെയധികം കൂടിയിട്ടുണ്ടാവും. അതേപോലെ ചിലപ്പം വോമിറ്റിംഗ് കാണാം. അവരുടെ മ്യൂക്കസ് മെംബ്രെയിൻസ്, അതായത് ഗംസൊക്കെ ചിലപ്പോൾ നല്ല ബ്രൈറ്റ് റെഡ് അല്ലെങ്കിൽ പെയിലായിട്ട് കാണപ്പെടാം. ചില സിറ്റുവേഷൻസിൽ ഫിറ്റ്സ് പോലെ സീഷേഴ്സ് വരെ വരാൻ ചാൻസ് ഉണ്ട്. ഹീറ്റ് സ്ട്രെസ് അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് ഏതൊരു പെറ്റിനും വരാവുന്നതാണ്. പക്ഷേ ഹയർ റിസ്ക് ഉള്ളത് എന്ന് പറയുന്നത് ബ്രാക്കിസെഫാലിക്, അതായത് ഷോർട്ട് നോസ്ഡ് ബ്രീഡ്സ് ആണ് ഒന്ന്. ഫോർ എക്സാമ്പിൾ പഗ്, ഫ്രഞ്ച് ബുൾഡോഗ്സ്, ഷിറ്റ്സൂസ് എന്നിങ്ങനത്തെ ബ്രീഡ്സിന് കുറച്ചും കൂടെ ഹൈ റിസ്ക് ഉണ്ട്. അതേപോലെ പ്രായം കുറഞ്ഞ തീരെ ചെറിയ ഡോഗ്സ് അല്ലെങ്കിൽ ഓൾഡർ ഡോഗ്സിന് കൂടുതൽ റിസ്ക് ഉണ്ട്. ഒബീസ് ആയിട്ടുള്ള ഡോഗ്സിനും കൂടുതൽ റിസ്ക് ഉണ്ട്. ഒബീസ് പോലെ തന്നെ ലാർജർ കുറച്ചും കൂടെ സൈസുള്ള ബ്രീഡ്സിന് കുറച്ച് കൂടുതൽ റിസ്ക് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പം ഹീറ്റ് സ്ട്രെസ് അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് നിങ്ങളുടെ പെറ്റ്സിന് സസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ വെറ്റിനറിയൻ്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള ആക്ഷൻ എടുക്കുക. മീൻ വൈൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കൂളിംഗ് ചെയ്യാനുള്ള കാര്യങ്ങളും നോക്കാം. നമ്മൾ ഉടനെ തന്നെ അവരെ കൂൾ ചെയ്യാനുള്ള സ്റ്റെപ്സും ഇതിൻ്റെ ഒപ്പം എടുക്കേണ്ടതാണ്. അതായത് അവരൊരു കൂളായിട്ടുള്ള ഏരിയയിലേക്ക് മൂവ് ചെയ്യുക. ഫാൻ എന്തെങ്കിലും ഇട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ കൂളായിട്ടുള്ള വാട്ടർ, അതായത് ടാപ്പ് വാട്ടർ ആയാലും മതി, അവരുടെ ദേഹത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഐസ് കോൾഡ് വാട്ടർ അല്ലെങ്കിൽ ഐസായിട്ട് ഉടനെ വെച്ച് കൊടുക്കരുത്. അതേപോലെ അവരെ വെള്ളത്തിൽ മുക്കുകയും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പം ഷോക്കിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. എല്ലാ കാര്യത്തിലേതും പോലെ തന്നെ ഇതിലും പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പം നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളതും കൂടെ നോക്കാം. ഫസ്റ്റ്, നമ്മൾ പീക്ക് ഹീറ്റ് അവേഴ്സിൽ ഡോഗ്സിനെ അല്ലെങ്കിൽ ക്യാറ്റ്സിനെ പുറത്തേക്ക് ഇറക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ എക്സസൈസ് ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ലേറ്റ് ഈവനിങ്ങിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഉച്ച സമയത്തൊന്നും ഇവരെ പുറത്തേക്ക് ഇറക്കാതെ നോക്കുക. രണ്ടാമത്തത്, ഇവരെ കാറിനകത്ത് ഇരുത്തിയിട്ട് പോവാതെ ശ്രമിക്കുക. കാറിനകത്ത് ഇരുത്തുന്നുണ്ടെങ്കിൽ എൻജിൻ ഓൺ ചെയ്ത് വെച്ച് AC കൂടെ ഇട്ട് കൊടുത്തിട്ട് തന്നെ ഇരുത്തണം. ഗ്ലാസ് ജസ്റ്റ് താത്തി വെച്ചത് കൊണ്ട് ചിലപ്പം ഈ ഇത്രയും ചൂടുള്ള ഒരു സമയത്ത് ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. പിന്നെ പുറത്തേക്ക് ഇറക്കുമ്പം ടാറിട്ട റോഡിൻ്റെ എസ്പെഷ്യലി അതിൻ്റെ ഹീറ്റ് ഒന്ന് നമ്മുടെ കൈ വെച്ച് ചെക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ ഹീറ്റ് ഉണ്ടെങ്കിൽ, നമ്മുടെ കൈ പൊള്ളുന്നുണ്ടെങ്കിൽ അവരുടെ പോ പാഡ്സും അത് കാരണം പൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പം അതും കൂടെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഇതുപോലെ പറ്റുമ്പോഴൊക്കെ AC നമുക്ക് ഇവരെ ഇരുത്താവുന്നതാണ്. അതേപോലെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, 24 hours ക്ലീൻ കൂൾ ഡ്രിങ്കിങ് വാട്ടർ അവൈലബിൾ ആണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്താം. അങ്ങനെ ഈ ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്ത് നമുക്ക് ഈ സമ്മറും ഓവർകം ചെയ്യാം, ഈ ഹീറ്റും നമുക്ക് ഓവർകം ചെയ്യാം.